ഹായ് ഓൾ, ഇറ്റ്സ് മീ ഹംറേഷ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മുംബൈ സെൻട്രലാണ് കേട്ടോ. ഛത്രപതി ശിവാജി ടെർമിനൽ സ്റ്റേഷൻ്റെ മുന്നിലായിട്ടാണുള്ളത്. ഞാനിപ്പോൾ ഇവിടുന്ന് നേരെ പോകുന്നത് താജ് ഹോട്ടലില്ലേ, പണ്ട് 2008 ടെററിസം അറ്റാക്കൊക്കെ നടന്ന താജ് ഹോട്ടൽ, അവിടേക്കാണ് പോകുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഗേറ്റ് വേ ഉള്ളത്. ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനായിട്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് റോഡിൻ്റെ ഓപ്പോസിറ്റിലാണ്. അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് എക്സിറ്റ് ഉണ്ടാവുക. ലെഫ്റ്റ് സൈഡും ഉണ്ടാവും, റൈറ്റ് സൈഡിലുള്ള എക്സിറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ റൈറ്റ് സൈഡിലുള്ള എക്സിറ്റിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സബ്വേ ആണ്, അവിടെ സബ്വേ വരുന്നത്. അപ്പോൾ അണ്ടർഗ്രൗണ്ടായിട്ട് റോഡ് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പുറത്തെ വശം എത്തുന്നത്. ഇപ്പുറത്തെ സൈഡ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു അടിപൊളി വ്യൂ ആട്ടോ. ശരിക്കും ഒരു യൂറോപ്പിലൊക്കെ പോയ ഒരു ഫീലാണ് കേട്ടോ ബിൽഡിംഗ് കാണുന്ന സമയത്ത്. സംഭവം വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീട്ടി സ്റ്റേഷനാണ്. പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരുടെ സമയത്താണ് ഈ സ്റ്റേഷൻ ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർക്കിടെക്ചറൽ ബേസ് എല്ലാം നോക്കുന്ന സമയത്ത് ഒരു യൂറോപ്പ് ടച്ച് ഉണ്ട്. നമ്മളിപ്പോൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളൊരു ഇതുവരെ മുംബൈയിൽ വരാത്ത ആളാണെങ്കിൽ നമ്മൾ ഈ വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇത് എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയലി ആയിട്ട് എല്ലാവർക്കും ഒന്ന് കൺഫ്യൂസ് ആവും. കാരണം ഒരു യൂറോപ്പ് ഫീൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ സ്റ്റേഷൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്ടോറിയ ടെർമിനൽ എന്നായിരുന്നു. എല്ലാവരും വീട്ടിൽ തന്നെയാണ് പറയുന്നത്. പഴയ ആൾക്കാർ ഇപ്പോഴും വീട്ടിൽ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ പേര് വരുന്നത് CST എന്നാണ്. ഞാൻ അവിടുന്ന് ഒരു ഷെയർ ടാക്സി പിടിച്ചിട്ട് നേരെ ഗേറ്റ് വേയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി നിന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഷെയർ ടാക്സിയെ പറ്റി പറയുകയാണെങ്കിൽ 30 രൂപയാണ് അവർ ചാർജ് പറയുന്നത്. നമുക്ക് ആ ടാക്സിൻ്റെ ഉള്ളിൽ ഏകദേശം ഒരു 4-5 പേര് അല്ലെങ്കിൽ 6 പേരോളം ഉണ്ടാവും. നമ്മുടെ മാരുതിയുടെ എക്കോ വണ്ടിയാണ് കൂടുതലായിട്ടും കാണുന്നത് ഇവിടെ. പിന്നെ പണ്ടത്തെ സാൻഡ്രോക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് എന്താ പറയണ്ടേ, ഇൻഡിവിജ്വലായിട്ട് നമ്മളൊരു ടാക്സി പിടിച്ചിട്ട് പോകുന്നതാണെങ്കിൽ ഏകദേശം അവിടത്തേക്ക് 80 രൂപയോളാണ്, 80-90 രൂപയൊക്കെയാണ് ടാക്സി ഡ്രൈവർ വാങ്ങുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ട്രാഫിക്കൊക്കെ ഉണ്ടാകും. നിങ്ങൾ ഒരു ഉച്ചയ്ക്ക് ശേഷം, അതായത് വൈകുന്നേരം ഒരു 4 മണി സമയത്തൊക്കെ പോകുന്നെങ്കിൽ ഭയങ്കര ട്രാഫിക്കായിരിക്കും. ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി മൂവാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. പോകുന്ന സമയത്ത് ഫുള്ള് പഴയ കെട്ടിടവും കാര്യങ്ങളൊക്കെയാണുള്ളത്. വേറെ ടാക്സിയിൽ ഭയങ്കര ട്രാഫിക് ജാമിലൊക്കെ പെട്ടിട്ട് ബ്ലോക്കായിട്ട് നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ സമയം ഏകദേശം 3:30 ആയിട്ടുള്ളത്. അത്യാവശ്യം സൺലൈറ്റൊക്കെ ഉണ്ട്, ചൂടുമുണ്ട്. ഇന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല വിഷ്വൽസ് കിട്ടുന്ന തന്നെ പ്രതീക്ഷിക്കാം. ഞാനിപ്പോൾ ലൊക്കേഷൻ്റെ തൊട്ട് മുന്നിലുള്ള കേട്ടോ. പിന്നെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടോ കേട്ടോ, ഇതാണ് ഗേറ്റ് വേ. പിന്നെ ഇവിടെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അതായത് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ നമ്മുടെ ഫോട്ടോ എടുത്ത് തരും. ഏകദേശം ഒരു 30 രൂപയാണ് ചോദിക്കുന്നത്. 30 രൂപയ്ക്ക് ഹാർഡ് കോപ്പി, സോഫ്റ്റ് കോപ്പി രണ്ടും തരുന്ന ഇവർ പറയുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് സൺലൈറ്റ് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് വിഷ്വൽസ് കുറച്ചൊരു ക്ലാരിറ്റി കുറവുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. ദൂരത്തു നിന്നുള്ള വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. ഇപ്പോൾ ദൂരത്ത് നോക്കി നിങ്ങൾക്ക് എന്താ തോന്നിയാൽ വളരെ ചെറിയൊരു ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ബിൽഡിംഗ് പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ നല്ല ഹൈറ്റ് ഉണ്ട്. നല്ല ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അരികത്ത് പോയിട്ട് നിന്ന് നോക്കുന്നത് മാത്രമേ നമുക്ക് അതിൻ്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട് ആളുകളും ആ ബിൽഡിങ്ങും തമ്മിൽ എത്ര എന്ന് പറയേണ്ട ഒരു ഹൈറ്റിൻ്റെ കാര്യത്തിൽ എങ്ങനെയുണ്ട് എന്നുള്ളത്. നമ്മൾ അതിൻ്റെ അരികത്ത് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു ചെറിയൊരു തീപ്പെട്ടിക്കൂട് പോലെ നമ്മൾ ഉണ്ടാവുന്നതെന്ന് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്നത് താജ് ഹോട്ടലാണ് കേട്ടോ. 5 സ്റ്റാർ ഹോട്ടലായ താജാണ് കാണുന്നത്. നമ്മുടെ രത്തൻ ടാറ്റയുടെ ഓണർഷിപ്പിൽ നടക്കുന്ന ഹോട്ടലാണ്. അപ്പോൾ ഈ താജ് ഹോട്ടലിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം അറിയാൻ പറ്റും. 2008 നവംബർ 26 ടെററിസ്റ്റ് അറ്റാക്ക് നടന്നത് ഈ ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു കാര്യം പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ സമയത്ത് എൻ്റെ ട്രെയിനിങ് പീരീഡ് നടക്കുന്നതായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ലക്കായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെയൊക്കെ ഇതേപോലെ തന്നെ പണ്ടൊക്കെ കറങ്ങി കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ CST സ്റ്റേഷനിലേക്ക് പോയി. അവിടുന്ന് ഞാൻ വിട്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മണിക്കൂറായിട്ടില്ല, ഒരു 40 മിനിറ്റ് സ്ലോ ട്രെയിനിലാണ് കയറിയത്. എനിക്ക് താനയിലായിരുന്നു ഇറങ്ങേണ്ടിയിരുന്നത്. അപ്പോൾ ആ സ്ലോ ട്രെയിനിലുള്ള സമയത്താണ് ഇവിടെ ഇങ്ങനെ സൗണ്ടൊക്കെ കേൾക്കുന്നത് പറഞ്ഞിട്ട് നമുക്ക് ന്യൂസും പിന്നെ ഫ്രണ്ട്സുമാരൊക്കെ കോളൊക്കെ ചെയ്തിട്ട് പറഞ്ഞത്. അപ്പോൾ അതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷമായി പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ട്. അതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. എന്തായാലും നല്ലൊരു അനുഭവം തന്നെ ഇവിടെ വന്നിട്ടുള്ളത്. ഇന്നിവിടെ വന്ന സമയത്ത് ഫോറിനേഴ്സിനൊന്നും അധികം കണ്ടില്ല. വളരെ കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് ഫോറിനേഴ്സേ ഉണ്ടായിട്ടുള്ളൂ. എന്താ കാര്യമെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് വീക്ക് ഡേയ്സ് ആയതുകൊണ്ടായിരിക്കാൻ തോന്നുന്നു. കാരണം വീക്കെൻഡുള്ള സമയത്ത് ഇവിടെ ശരിക്കും ഭയങ്കര ക്രൗഡായിരിക്കും. സാറ്റർഡേ, സൺഡേ, പിന്നെ അങ്ങനെ സ്പെഷ്യൽ ഹോളിഡേ അങ്ങനെയൊക്കെയുള്ള സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാൻസും ഉണ്ടാവില്ല. നല്ല ക്രൗഡ് ഉണ്ടാവും. വിവേകാനന്ദ സ്റ്റാച്യു ഒക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇന്ന് വീക്കെൻഡ് അല്ല, വീക്ക് ഡേയ്സ് ആണ്. എന്നിട്ട് നല്ല തിരക്കുണ്ട് ഇവിടെ. പിന്നെ വേറൊരു കാര്യം എന്താ എനിക്ക് എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പിന്നെ ഈ സാറ്റർഡേ സൺഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഭയങ്കര തിരക്കുണ്ടാവും.
വണ്ടി ട്രാൻസ്പോർട്ടേഷനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. 2008 താജ് അറ്റാക്കിന് ശേഷം ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതായത് സെക്യൂരിറ്റി ലെവൽ ഇപ്പോൾ ഹൈ സെക്യൂരിറ്റി ലെവലാണ്. കാരണം ഒരുപാട് ചെക്കിൻ ഉണ്ട്, അവിടെ ചെക്കിൻ പോയിൻ്റ് ഉണ്ട്. ആ ചെക്കിൻ പോയിൻറ്റിൽ നമ്മൾ ബാഗൊക്കെ എടുത്തിട്ട് വരുന്നതാണെങ്കിൽ അവർ ബാഗൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഉള്ളിലേക്ക് കടത്തി വിടുന്നുള്ളൂ. ബാഗൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ട് ഒന്ന് ബോഡി സ്കാനിങ് ഒക്കെ കഴിഞ്ഞ ശേഷമാണ് ഉള്ളിലേക്ക് കടത്തി വിടുന്നത്. അപ്പോൾ എങ്ങനെ ആയിക്കഴിഞ്ഞാലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി ഫീൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വരുന്നുണ്ടെങ്കിൽ ഒന്നിക്കൽ വൈകുന്നേര സമയത്ത് ഇറങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ ഇറങ്ങുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഉച്ച സമയത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല വെയിലായിരിക്കും. നല്ല വെയിൽ എന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. കുട്ടികളൊക്കെ കൂട്ടിയിട്ട് വരുന്ന സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൺലൈറ്റ് ശരിക്കും വെച്ചാൽ കണ്ണിലടിക്കുകയായിരുന്നു. അപ്പോൾ മാക്സിമം വരുന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരുമോ, അല്ലെങ്കിൽ രാവിലെ തന്നെ വരാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.